ലോഹിദാസ് ആണെങ്കിലും MD സാറാണെങ്കിലും ഒക്കെ ഗ്രേറ്റ് റൈറ്റേഴ്സ്. അപ്പം ഞാനതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു എന്താണ് ഇതിനെ അങ്ങോട്ടൊന്ന് എഴുത്തിൽ നിന്നും വിഷ്വലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഷൂട്ടിൻ്റെ തലേ ദിവസം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം മുമ്പ് അവരിട്ട് വാണത്ത് വന്ന് കഥ കേൾക്കണമെന്ന് സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കണമെന്ന് പറയും. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ കൊണ്ട് വായിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കായി നാളെ വരുത്താൻ തുടങ്ങണം. അപ്പോൾ ഇവർക്കൊന്ന് കഥ അയാളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ മാനേജറിവിടെ വന്ന് കഥ കേൾക്കുന്നു. അവരടുത്ത മുറിയിൽ നിന്ന് കഥ കേട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ലോഹി ഇരിപ്പുണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇല്ല മോഹൻലാൽ എങ്ങനെയല്ല, മോഹൻലാൽ ഇന്ന് അവിടെ പോയി എന്നെ തല്ലിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ ശരിയാകത്തില്ല, ഇപ്പോഴത്തെ ആൾക്കാരും അത് എടുക്കില്ല എന്ന് പറയും. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്ന പുള്ളി കത്തിയായിട്ട് എവിടെടാ കിരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ് കത്തിയായിട്ട് അവിടെ വന്ന് ഒച്ച ഉണ്ടാക്കണം, എന്നിട്ട് ഇവനെ കണ്ടു ഓടിച്ചിട്ട് കൊല്ലണം എന്നൊക്കെ പറയും. അപ്പോൾ ലോഹി പറഞ്ഞു എൻ്റെ നായകൻ ചാവേറാണ്, തോക്കാൻ വന്നവനാണ്, അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബലിയാകാം, എന്നെയാണല്ലോ അവർക്ക് വേണ്ടത്, എന്നെ കൊണ്ടുപോകുമോ, എൻ്റെ വീട്ടുകാരെല്ലാം ഹോസ്പിറ്റലാണ്, അങ്ങനെ വരുന്ന ആളല്ല, എൻ്റെ നായകന്മാരെല്ലാം തോക്കുന്ന നായകന്മാരാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയില്ല ഇത് ഓടത്തില്ല, ഇത് ഭയങ്കര പ്രശ്നമാകുന്നു, ഇയാളെ ഒന്ന് കത്തിയായിട്ട് അവിടെ മാർക്കറ്റ് വെള്ളം ഉണ്ടാക്കി വാളെ പുള്ളി പറഞ്ഞ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇതാണ്, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് തന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു നമ്മൾ അല്ലെങ്കിൽ ഇതൊരു യൂഷ്വൽ ക്ലൈമാക്സ് ആയിട്ട് മാറുകയല്ലേ. ഇയാൾ എന്താണ് പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഇയാൾക്ക് ഒരു എതിരാളി അറിയാതെ ഒരുത്തനെ തല്ലിപ്പോയി, അയാൾ ഇത്ര വലിയ ഗുണ്ടയെന്ന് അറിയുന്നു, പിന്നെ ഇയാൾ മാറി പോകാനല്ല ശ്രമിക്കുന്നത്. അപ്പം അയാൾക്ക് അതിനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിന് മുമ്പത്തെ സീനിൽ ഇയാൾ പറഞ്ഞ് ഞാൻ നാട് വിട്ട് പോകാമെന്നാണ് കൂട്ടുകാരടുത്ത് പോയി പറയുന്നത്. ഇപ്പം തനിയാവർത്തനത്തിൽ അത് തന്നെയാണ്, അത് വിധിക്ക് കീഴടങ്ങാൻ തയ്യാറാകുന്ന ഒരാൾ. സദയത്തിനുണ്ടായ പ്രശ്നം ഇത് തന്നെയാണ്. സദയത്തിന് ഇപ്പം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു മോഹൻലാൽ എങ്ങനെയാലും കയറുന്ന ചാടി വെട്ടി അവിടെ നിന്ന് ജയിലിൽ ആടിപ്പോയിരുന്നെങ്കിൽ പടഹിട്ടോ. ഞാൻ നടക്കാത്ത കാര്യമല്ലേ, തൂക്ക് കയറിയുന്ന അയാളെങ്ങനെ രക്ഷപ്പെട്ടു പോവുക. പലരും വിചാരിച്ച ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും സംഭവിക്കും, ഇത് രക്ഷപ്പെടും, മോഹൻലാൽ ചാകത്തില്ല എന്നാണ് സാധാരണ ഓഡിയൻസ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരുപക്ഷെ കൊമേഴ്ഷ്യലി അത് ആൾക്കാർ സ്വീകരിക്കാതെ പോയതിനത് കാരണമാകാം. ഈ പറയുന്ന പോലെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് സദയവും. ആ കാലത്ത് ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായിരുന്നു സദയത്തിൻ്റെ കഥയെക്കുറിച്ച്. ഗോറി സീൻസാണ് അതിൻ്റെ കുഴപ്പം. അതിൻ്റെ കുറ്റമാണ് ഞാനാണ്. MD സാർ എഴുതി വെച്ച അതിനേക്കാളും കൂടുതൽ ഭീകരമായിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. പക്ഷെ അത് ഞാനതിനെ അങ്ങനെയാണ് കൺസീവ് ചെയ്തത്. പിന്നെ ഞാൻ വളരെ ഭയത്തോടു കൂടിയും ഒക്കെയാണ് ആ സിനിമയെ അപ്രോച്ച് ചെയ്തതാണ്. ഞാൻ അതുവരെ ചെയ്ത എല്ലാ സിനിമകളെക്കാളും കൂടുതൽ കോൺഷ്യസായിട്ട് കെയർഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്തത്. എന്നാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണത്. അതൊരു 3-4 ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പറയുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു ഞാൻ അതുവരെ ചെയ്ത സിനിമകളൊക്കെ ഒരു ലീനിയർ സ്വഭാവമുള്ള സിനിമകളായിരുന്നു. ഇത് ഭയങ്കര നോൺ ലീനിയറായിട്ട് പല ആൾക്കാരിലൂടെ പലരുടെ പെർസ്പെക്റ്റീവിലൊരു കഥയെ കൃത്യമായിട്ട് കൂട്ടിയിണക്കിയ കഥ എത്തിക്കുന്നുണ്ട്. അതൊരു ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ചോളം. രണ്ടാമത്തത് MD സാറിനെ പോലെ ഒരു വലിയ റൈറ്ററുടെ സിനിമ ചെയ്യുന്ന ആ സമയത്തെ ഏറ്റവും യങ്ങർ ജനറേഷനിൽപ്പെട്ട ഡയറക്ടറാണ് ഞാൻ. അതിനു മുമ്പ് അരുൺ സാറും ശശിയേട്ടനും ഒക്കെയാണ് കൂടുതലായിട്ട് MD സാറിൻ്റെ തിരക്കഥകൾ ചെയ്തിട്ടുള്ളത്. അപ്പം താരതമ്യേന ജൂനിയറായി ഞാൻ വരുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. MD സാർ ലൊക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളൊക്കെ പുള്ളി കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ പുള്ളി ഒന്നും മിണ്ടാതെ കണ്ടിട്ട് പോവും, ഒന്നും മിണ്ടത്തില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പുള്ളിയുടെ മുഖഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സീൻ പക്ഷേ ഞാൻ വളരെ സിൻസിയറായിട്ട് ഡീപ്ലി ഇൻവോൾവ് ആയിട്ടാണ് ചെയ്തത്. അതിൻ്റെ കറക്റ്റ് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. 4 നൈറ്റ് കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു എക്സെൻട്രിസിറ്റിയുടെ ഒരു പതുക്കെ ഗ്രോത്ത് ഉണ്ട്. പിന്നെ അവിടെ നടക്കുന്ന ഇവൻസിൻ്റെ ഒരു ക്രോണോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു എന്താണ് ഒരു
ഗ്രോത്തും കൂടെ വേണം അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്. ബ്ലഡ് ഷെഡിങ്, ഒരാളെ കൊന്നു മറ്റൊരാളെ കൊന്നു, അപ്പോഴത്തേക്ക് ബ്ലഡ് എത്ര വരുന്നു അതൊക്കെ പറയുന്നത്. അതൊക്കെ അല്ലാതെ അവിടെ ഇവിടെയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കൃത്യമായ ഒരു ഓർഡറിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 4 നൈറ്റും എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ക്യാരക്ടറും അതിൻ്റെ ആക്ടർക്കും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. അയാളുടെയും ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഗ്രോ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ലാലിനും ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു കാരണം അങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ ഇത് കൊണ്ട് എം ഡി സാറിനെ കാണിക്കാനായിട്ട് ഫൈനലി എഡിറ്റിംഗ് കഴിഞ്ഞ് ഫൈനലായിട്ട് കാണിക്കാൻ നേരത്ത് ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആളെ പോലെ നിൽക്കുകയാണ്. സാറ് കണ്ടു കഴിഞ്ഞ് എന്താണ് പറയാൻ പോകണമെന്ന് അറിയാതെ പേടിച്ചിരിക്കുക. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചു. പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മീശം പിരിച്ചിട്ട് പോയി. അത് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാത്താണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ പുള്ളി അടുത്ത കാലത്ത് ആരുടെ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ തിരക്കഥകളുടെ മുകളിൽ പോയ ഏക സിനിമ ഇതാണെന്ന് പുള്ളി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ആരോ എൻ്റെ അടുത്ത് പോലെ അങ്ങനെ എവിടെയോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് കരുതുന്നു.